എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. MIT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ എക്സാം സ്പെഷ്യൽ റിവിഷൻ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലും തേർഡ് മൊഡ്യൂളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ അടുത്ത മൊഡ്യൂളിലെ 4ാമത്തെ മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യനും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു പാറ്റേൺ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 5 ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ പരമാവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരിക. പിന്നെ വളരെ ലെങ്തി ആയിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന എസ്ഐ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻ, ഇവൻ ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, അസംഷൻസ് ഫോർ ഡിറൈവിംഗ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ഇങ്ങനെയുള്ള പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതൊക്കെ സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നെ പഠിക്കാം. ഓക്കെ. അപ്പം അല്ലാതുള്ള ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇതൊക്കെ ഇതേപോലെ ഒരു വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് വെച്ചുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂറേഷൻ കാണാണ്ട് തന്നെ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് പഠിച്ച് മാറാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ഒക്കെ ആണെങ്കിൽ അതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 ചോദ്യങ്ങളാണ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് നമ്പർ ചെയ്ത് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയെ നമുക്ക് അവസാനം കിട്ടും. ഓക്കെ. സോ നിങ്ങളും അതേപോലെ നിങ്ങൾ റിവിഷൻ്റെ ഭാഗമായിട്ട് എന്നോടൊപ്പം തന്നെ ഈ ഒരു സീരീസിൽ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പുതിയ ബുക്ക് എടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത 5 ക്വസ്റ്റ്യൻസ് അത് ആ ബുക്കിൽ എഴുതുക. അപ്പോൾ ആ ബുക്ക് വെച്ച് തന്നെ ഏറ്റവും അവസാനം ഒരു പക്ക റിവിഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഓക്കെ. അതായത് ഈ ഒരു സീരീസിൻ്റെ നോട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ റിവിഷൻ ഓൾസോ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നമ്പർ കറക്റ്റായിട്ട് കൊടുത്തു പോവുക. അപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് ചെയ്തത്. ഇപ്പോൾ ഇതെൻ്റെ 6ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇത് 3 മാർക്കിന് നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. അപ്പോൾ സമാനമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ദ കണ്ടിന്യൂറ്റി അറ്റ് z is equal to 0 ഓഫ് f of z is equal to imaginary part of z by mod z where z not equal to 0 and 0 if z equal to 0. 3 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസ് 3 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ കണ്ടീഷൻ, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ദ ഫംഗ്ഷൻ ഷുഡ് സാറ്റിസ്ഫൈ 3 കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ എഫ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ആയിരിക്കണം. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ ഈ ലിമിറ്റിംഗ് വാല്യൂ തന്നെ ആയിരിക്കണം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? എഫ് ഓഫ് എ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ്, ഇവിടെ പോയിന്റ് എന്താണെന്ന് നോക്കുക. പോയിന്റ് ഇവിടെ 0 അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എന്നല്ലേ പറയുന്നത്. എഫ് ഓഫ് 0 എന്താണെന്ന് നോക്കുക. എഫ് ഓഫ് 0 ക്വസ്റ്റ്യൻ നിന്ന് കിട്ടുന്നുണ്ട്. ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള എഫ് ഓഫ് ഇസഡ് ആണ് എഫ് ഓഫ് 0. അത് 0 ആണ്. എഫ് ഓഫ് 0 ഈക്വൽ ടു 0. ദെർഫോർ എഫ് ഓഫ് 0 ഈസ് എന്താണ്? ഡിഫൈൻഡ് ആണ്. എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്. അപ്പം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് അതിലെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ. അപ്പം ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ലിമിറ്റ് എക്സിസ്റ്റ് ആണോ നോക്കണം. ഓക്കെ. ഇനി ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ എഫ് ഓഫ് ഇസഡ്, ഇവിടെ എ എന്നുള്ള പോയിന്റ് 0 ആണ്. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ്, അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, ഇസഡ് 0യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള എഫ് ഓഫ് ഇസഡ്. ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു 0 അല്ല, ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇസഡ് നോട്ട് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ആരാണ്? അത് എഴുതുക. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അവിടെ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. അതായത്
ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ നിൽക്കുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പം ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? വൈ ആണ്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് വൈ ആണ്. ഇസഡിന്റെ മോഡുലസ് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നെ, എന്താ? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇസഡിന്റെ മോഡുലസ്. അപ്പോൾ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണേ. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. അപ്പോൾ ഇസഡ് മാറ്റി ഞാൻ എക്സിലും വൈയിലും ഒക്കെ ആക്കാൻ പോവല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കും, ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0. അത് രണ്ടാക്കി എഴുതുവാണെങ്കിൽ എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 എന്ന് എനിക്ക് ചുരുക്കി എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡിന് പകരം വൈ കൊടുക്കും, ഡിവൈഡഡ് ബൈ മോഡ് ഇസഡിന് പകരം എന്ത് കൊടുക്കും? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുക്കും. ഓക്കെ ആണല്ലോ. ഇനി നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ 0/0 ഇൻഡിറ്റർമിനറ്റിലേക്കാണ് വരുന്നത്. ഇത് ഫർദർ സിംപ്ലിഫിക്കേഷൻ വഴികൾ നമുക്ക് അറിയത്തുമില്ല. പിന്നെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണ്? പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ പറ്റുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള പാത്തുകൾ സെലക്ട് ചെയ്യുക. ഇവിടെ 0 ആണ്. ഇപ്പോൾ ഒറിജിനിലൂടെ പോകുന്ന പാത്തുകൾ, അതായത് പരാബോള ആവാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവാം. അപ്പോൾ നമ്മൾ പൊതുവേ ചെക്ക് ചെയ്യാൻ വിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത് along the path y is equal to mx എന്നാണ് കേട്ടോ. അതായത് ശ്രദ്ധിച്ചിരിക്കുക, എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിനിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലേ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ എനിക്ക് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ പറയാൻ പറ്റുമെന്ന് പറയുന്ന കാരണം, ഞാൻ വൈക്ക് mx കൊടുത്താൽ താഴെ m² x² വരും. x² പുറത്തെടുത്താൽ x ക്യാൻസൽ ആവും, എമ്മിൽ മാത്രമാവും. അതായത് എം മാറിയാൽ ലിമിറ്റ് മാറും. ശരിയല്ലേ? ആ ലിമിറ്റിൻ്റെ ആൻസർ മാറും. സോ എം മാറിയാൽ ഉത്തരം മാറും. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ശരിയല്ലേ? എം മാറിയാൽ ഉത്തരം മാറും. അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു യൂണീക്ക് സൊല്യൂഷൻ കിട്ടിയാലല്ലേ ലിമിറ്റ് എക്സിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ലിമിറ്റിന് പല പല ആൻസർ എനിക്ക് കിട്ടില്ലല്ലോ. ലിമിറ്റിംഗ് വാല്യൂ ഇറ്റ് ഷുഡ് ബി എ ലിമിറ്റ് അല്ലേ, ഒരു പരിധി. ആ പരിധി മാറരുത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എലോങ് ദ പാത്ത്, ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റൻ അല്ല എലോങ് ദ പാത്ത് വൈ ഈക്വൽ ടു mx കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പാത്ത് മാറ്റി കൊടുക്കണം. ചിലത് y² ഈക്വൽ ടു mxലായിരിക്കും കിട്ടുന്നത്, ചിലത് y ഈക്വൽ ടു mx³ കിട്ടുന്ന, വളരെ റെയറായിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. പൊതുവേ അങ്ങനെ കാണാറില്ല. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ എലോങ് ദ പാത്ത് y ഈക്വൽ ടു mxൽ എന്താണ് എമ്മിൽ മാത്രം ഡിപ്പെൻഡൻസ് വരുന്ന രീതിയിൽ കിട്ടുന്ന ചോദ്യങ്ങളാണ് പൊതുവേ വരാറ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതേണ്ട സാധനം നോക്കാം. along the path y equal to mx നോക്കിക്കോണേ. അപ്പോൾ ഞാൻ ഈ y equal to mx കൊടുക്കുമ്പോൾ y tends to 0 എന്നുള്ളത് ആക്ച്വലി mx tends to 0 എന്നാവും, x tends to 0/m എന്നാവും, x tends to 0 എന്നാവും. അപ്പോൾ ഇനി എനിക്ക് ഒറ്റ ലിമിറ്റ് മതി, x tends to 0 എന്നുള്ള ഒറ്റ ലിമിറ്റ് മതി. സോ ലിമിറ്റ് x tends to 0, വൈക്ക് വരെ ഞാൻ mx കൊടുക്കും, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² പ്ലസ് y² എന്ന് പറഞ്ഞാൽ m² x² എന്നാവും. ഓക്കെ അല്ലേ? സോ ലിമിറ്റ് x ടെൻസ് ടു 0 mx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി 1 പ്ലസ് m² എന്ന് വരും. ഓപ്പൺ ചെയ്താൽ എന്താണ് x² പ്ലസ് mx² തിരിച്ചു കിട്ടും. റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. നമുക്ക് വന്നേക്കുന്നത് എന്താ, റൂട്ട് ഓഫ് x² ഇൻറ്റു 1 പ്ലസ് m² ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് x² ഇൻറ്റു റൂട്ട് 1 പ്ലസ് m². റൂട്ട് x² എന്ന് പറഞ്ഞാൽ x ആണ്, x ഇൻറ്റു റൂട്ട് 1 പ്ലസ് m² എന്ന് വരും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 mx ഡിവൈഡഡ് ബൈ x ഇൻറ്റു റൂട്ട് 1 പ്ലസ് m². അപ്പോൾ അവിടെ x ഉം ക്യാൻസലായി. സോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ നോക്കിക്കേ, ലിമിറ്റ് x ടെൻസ് ടു 0 m ബൈ റൂട്ട് 1 പ്ലസ് m² എന്നാണ് വന്നേക്കുന്നത്. ഇതെന്താണ്, നമുക്ക് കൊടുക്കാൻ x ഉണ്ടോ വാല്യൂ കൊടുക്കാൻ? ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ദ കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ്. സോ ദ ആൻസർ ഈസ് m ബൈ റൂട്ട് 1 പ്ലസ് m². m ബൈ റൂട്ട് 1 പ്ലസ് m². നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇത് എമ്മിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ എം മാറ്റി കൊടുത്താൽ എനിക്കിതിൻ്റെ ആൻസർ മാറും. ആൻസർ മാറിയാൽ ലിമിറ്റ് മാറും. ലിമിറ്റ് മാറിയാൽ ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് ഷുഡ് ബി എ യുണീക്ക് വാല്യൂ. ശരിയല്ലേ? സോ നിങ്ങളത് എഴുതി കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ വരെ എഴുതാം, m ബൈ റൂട്ട് 1 പ്ലസ് m² എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതണം
വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എമ്മിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വിച്ച് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് എം. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വാല്യൂ ഓഫ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദർഫോർ ലിമിറ്റ് ഡസിൻറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഡസിൻറ്റ് എന്താണ്? എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫംഗ്ഷൻ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. കാരണം കണ്ടിന്യൂറ്റിയുടെ സെക്കൻഡ് കണ്ടീഷൻ ഫെയിലായി. തേർഡ് കണ്ടീഷനിലേക്ക് പോലും നമ്മൾ നോക്കിയില്ല. ശരിയല്ലേ? ദർഫോർ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറയാം? എഫ് ഓഫ് ഇസഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. നോട്ട് കണ്ടിന്യൂസ് എന്ന് എഴുതാം. അതിനേക്കാൾ ഭംഗി എന്താണ്? ഡിസ്കണ്ടിന്യൂസ്. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ, ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 7ാമത്തെ ചോദ്യം നോക്കോളൂ. ഷോ ദാറ്റ് ദ അനലൈറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ്സ് മോഡുലസ് ഈസ് കോൺസ്റ്റന്റ്. ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതിന് കൈ കണക്കില്ല. അത്രത്തോളം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. 7 മാർക്കിന് ഈസി ആയിട്ട് എല്ലാവർക്കും പുട്ടുപോലെ 7 മാർക്ക് അടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഷോ ദാറ്റ് ദ അനലൈറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ്സ് മോഡുലസ് ഈസ് കോൺസ്റ്റന്റ്. ഈ മോഡുലസ് മാറ്റി ആർഗ്യുമെന്റ് ആക്കി ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഷോ ദാറ്റ് അനലൈറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ്സ് ആർഗ്യുമെന്റ് ഈസ് കോൺസ്റ്റന്റ് എന്നും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, മോഡുലസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. നോക്കാം. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അതിൻ്റെ മോഡുലസ് പറഞ്ഞേ. മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് യു പ്ലസ് ഐ വി. മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇപ്പോൾ മോഡുലസ് ഓഫ് യു പ്ലസ് ഐ വി എന്ത് വരും? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഈ മോഡ് എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യും? ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. കോൺസ്റ്റന്റ് മേ ബി സി. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഞാനിത് എന്ത് ചെയ്യും? റൂട്ട് ഒഴിവാക്കാൻ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു എനിക്ക് സി സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണല്ലോ? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇത് ഞാൻ എന്തെന്ന് വിളിക്കും? ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കീ ഇക്വേഷൻ. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അനലൈറ്റിക് ആണെന്ന് അവർ പറയുന്നത്. അനലൈറ്റിക് ആണെങ്കിൽ ഒബ്വിയസ്ലി ഒരു കാര്യം നമുക്കറിയാം, സി ആർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ സി ആർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ സി ആർ കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേണം. യു എക്സ് വേണം, യു വൈ വേണം. അതിൻ്റെയൊക്കെ ആ ടേംസിലൊക്കെയാണ് സി ആർ നിൽക്കുന്നത്. ശരിയല്ലേ? കോഷി റൈമാൻ നിൽക്കുന്നത് ആ പർട്ടിക്കുലർ ടേംസിലാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ജോലി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ആം ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു പി ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ടാക്കി എഴുതേക്കുന്നതാണ്. പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. ഇപ്പോൾ ചെയിൻ റൂൾ ആണ്. ചെയിൻ റൂൾ എന്താ? ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കണം, ഇൻറ്റു അതിനകത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ പുറത്ത് സ്ക്വയർ ഫംഗ്ഷനാണ്. അപ്പോൾ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് യു എക്സ് പ്ലസ് വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v, വിയുടെ ഡെറിവേറ്റീവ് വി എക്സ്. സി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യണേ. 2u ഇൻറ്റു യു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2v ഇൻറ്റു വി എക്സ്. ഇപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി. യു ഇൻറ്റു യു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു വി എക്സ് എന്നാക്കി. ഇതെന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഞാൻ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ നമ്പർ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ കൊണ്ട് എന്ത് ചെയ്യുക? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u, യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ യു വൈ, വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v, വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വി വൈ, സി സ്ക്വയർ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ഇപ്പോൾ 2u ഇൻറ്റു യു വൈ ഈക്വൽ ടു മൈനസ് 2v ഇൻറ്റു വി വൈ. ഓക്കെ, 2ഉം 2ഉം ക്യാൻസലായി. ഇപ്പോൾ എന്ത് കിട്ടി? യു ഇൻറ്റു യു വൈ ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു വി വൈ. ഓക്കെ ആണല്ലോ? ഇത് ഇക്വേഷൻ നമ്പർ 3 ആക്കി എടുത്തു. ഇനി എനിക്ക് യുവും വി ഒക്കെ ക്യാൻസലായി പോകണമെങ്കിൽ 2നെ 3 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കിയോ? ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 3 ആണ് ഞാൻ ഇനി അടുത്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുക, ഇക്വേഷൻ നമ്പർ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, യു ഇൻറ്റു യു എക്സ്. ഇക്വേഷൻ നമ്പർ 3യുടെ ലെഫ്റ്റ് സൈഡ് നോക്കുക, യു ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യാം. 2ൻ്റെ റൈറ്റ് സൈഡ് മൈനസ് വി ഇൻറ്റു വി എക്സ് ഡിവൈഡഡ് ബൈ
ഇക്വേഷൻ നമ്പർ 3യുടെ റൈറ്റ് സൈഡ് മൈനസ് വി ഇൻറ്റു വി വൈ, യും ക്യാൻസലായി, മൈനസ് ക്യാൻസലായി, വി ക്യാൻസലായി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യു എക്സ് ഡിവൈഡഡ് ബൈ യു വൈ ഇസ് ഈക്വൽ ടു വി എക്സ് ഡിവൈഡഡ് ബൈ വി വൈ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഒരു കീ ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ ഞാൻ അടുത്ത ഇക്വേഷൻ നമ്പർ കൊടുക്കുകയാണ്, ഇക്വേഷൻ നമ്പർ 3. ഇതിനെ ഞാൻ 4 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇതെൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഈ ഇക്വേഷനിലോട്ടാണ് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇനി സി ആർ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം നമ്മളോട് അവർ അനലൈറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. അനലൈറ്റിക് ആണെങ്കിൽ സി ആർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനി അടുത്ത സി ആർ ഇക്വേഷൻസ് എഴുതാൻ പോവാണ്. സി ആർ ഇക്വേഷൻസ് പറഞ്ഞേ. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് സി ആർ ഇക്വേഷൻ. അതിലെ ഫസ്റ്റ് സി ആർ ഇക്വേഷൻ ഞാൻ 4ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഫുള്ള് യുവിലേക്ക് മാറ്റണം ആദ്യത്തെ കേസ്. അതിൻ്റെ അടുത്ത കേസിൽ ഫുള്ള് വിയിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ പോവാം. മൊത്തത്തിൽ ഞാൻ യുവിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ യു എക്സും യു വൈയും തൊടുന്നില്ല. യു എക്സ് ബൈ യു വൈ അതേപോലെ തന്നെ ഇടും. ഇനി ഈ വി എക്സ് എന്നുള്ളത് സി ആർ എന്ന്, വി എക്സിന് പകരം ഞാൻ മൈനസ് യു വൈ എന്ന് കൊടുക്കും. ശരിയല്ലേ? സി ആറിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാൽ യു വൈ മൈനസ് വി എക്സ്, മൈനസ് ഇപ്പുറം കൊടുത്താൽ വി എക്സ് മൈനസ് യു വൈ കിട്ടത്തില്ലേ? ഡിവൈഡഡ് ബൈ സി ആറിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, വി വൈ ആരാണ്? യു എക്സ് ആണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സി ആർ കൊടുത്തെഴുതി. ഇക്വേഷൻ നമ്പർ 4 ഞാൻ സി ആർ ഇക്വേഷൻ കൊടുത്തെഴുതി. ഇനി ക്രോസ് ചെയ്യാം. യു എക്സ് ഇൻറ്റു യു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ ഇൻറ്റു യു വൈ. ഓക്കെ, യു എക്സ് ഇൻറ്റു യു എക്സ് എന്ന് പറഞ്ഞാൽ യു എക്സിൻ്റെ സ്ക്വയർ. പലരും ഇവിടെ എന്താണ് യു എക്സ് എക്സ് എന്നൊക്കെ എഴുതും. അത് പൊട്ടത്തെറ്റാണ്. യു എക്സ് ഇൻറ്റു യു എക്സ് എന്ന് പറഞ്ഞാൽ യു എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, അതായത് എ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. മൈനസ് യു വൈ ഇൻറ്റു യു വൈ എന്ന് പറഞ്ഞാൽ യു വൈൻ്റെ സ്ക്വയർ. ദിസ് ഇംപ്ലൈസ്, ഇതിപ്പോൾ എടുക്കാം, യു എക്സിൻ്റെ സ്ക്വയർ പ്ലസ് യു വൈൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 0. നിങ്ങൾ സാമാന്യ യുക്തി വെച്ചെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ട് നമ്പേഴ്സ്, രണ്ട് ഉത്തരങ്ങൾ സ്ക്വയർ എടുക്കുന്നുണ്ട്, അത് രണ്ടും കൂടെ കൂട്ടുന്നുണ്ട്, എനിക്ക് ഉത്തരം 0 വരണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോകത്ത് 0 0 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? 0 സ്ക്വയർ എടുത്ത് കൂട്ടിയാലും എനിക്ക് 0 കിട്ടത്തുള്ളൂ. അല്ലാതെ വേറെ ഏത് നെഗറ്റീവ്, ഒരു നമ്പർ രണ്ട് നമ്പേഴ്സ് കൂട്ടി 0 കിട്ടണമെങ്കിൽ ആദ്യത്തത് പോസിറ്റീവും രണ്ടാമത്തത് അതിന് തത്തുല്യമായ നെഗറ്റീവും ആയിരിക്കണം. എങ്കിലേ പോസിറ്റീവ് നെഗറ്റീവും പോയി 0 കിട്ടത്തുള്ളൂ. എനിക്ക് രണ്ട് നമ്പേഴ്സ് സ്ക്വയർ എടുക്കുമ്പോൾ ജന്മം ചെയ്ത് എനിക്ക് നെഗറ്റീവ് കിട്ടുമോ? ഇല്ല. അപ്പം ഒരു നമ്പർ കൊടുത്തിട്ട് ഇത് കിട്ടുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക വേണ്ട, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കിട്ടാൻ സാധ്യതയുള്ള എന്താണ്? ദ വൺ ആൻഡ് ഓൺലി വൺ വാല്യൂ ദാറ്റ് സാറ്റിസ്ഫൈ ദ പ്രൊവൈഡഡ് ഇക്വേഷൻ ഈസ് യു എക്സ് ഈക്വൽ ടു 0, യു വൈ ഈക്വൽ ടു 0. ശരിയല്ലേ? ഇത് ശരിയാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി വെക്കാം, യു എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം, യു വൈ ഈക്വൽ ടു 0. ദിസ് ഇക്വേഷൻ ഇംപ്ലൈസ് ദിസ് ഓൺലി, യു എക്സ് ഈക്വൽ ടു 0, യു വൈ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ദെയർഫോർ യുവിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താലും ഉത്തരം 0 കിട്ടി, യുവിനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താലും ഉത്തരം 0 കിട്ടി. എന്ന് പറഞ്ഞാൽ യു എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്ന എന്തായാലും ഉത്തരം കിട്ടിയാണ്. ഇത് രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് രണ്ടും ഉത്തരം 0 കിട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി, എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയബിൾ ഇല്ല. വേരിയബിൾ ഇല്ലെങ്കിൽ പിന്നെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവൻ ആരായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ശരിയല്ലേ? Therefore, ux equal to 0, uy equal to 0 indicates that u is a constant. Clear അല്ലേ? Therefore, u is a constant എന്ന് എനിക്ക് എഴുതി വയ്ക്കാം. തീരുന്നില്ല. സിമിലർലി നമുക്ക് വിയും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു മിനിമം ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇത് ഫുള്ള് യുവിലേക്ക് മാറ്റിയതുപോലെ ഇനി വിയിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ സി ആർ ഇക്വേഷൻ നോക്കും. ഇക്വേഷൻ നമ്പർ 4 ആണ് കീ. ആ കീ എന്നാണ് ഞാനിത് കൊടുക്കുന്നത്. യു എക്സ് നമ്മുടെ കയ്യിലുണ്ട്, അത് വി വൈ ആണ് സി ആർ പ്രകാരം. ഡിവൈഡഡ് ബൈ യു വൈ എൻ്റെ കയ്യിലുണ്ട്, അത് മൈനസ് വി എക്സ് ആണ്. എന്നിട്ട് വി എക്സും വി വൈ ഞാൻ തൊടുന്നില്ല, അത് അതേപോലെ തന്നെ ഇട്ടു. ഇനി ക്രോസ് ചെയ്യാം. എന്തോരും? വി വൈ ഇൻറ്റു വി വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ഇൻറ്റു വി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പം അതായത് വി വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വി എക്സിൻ്റെ സ്ക്വയർ. ഇനി ഇപ്പുറം എടുക്കാം, മൈനസ് വി എക്സ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് വി എക്സിൻ്റെ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നില്ലെങ്കിൽ വി എക്സ് 0 ആവണം, അല്ലെങ്കിൽ വി വൈ 0 ആവണം. അതായത് വി എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഉത്തരം 0 കിട്ടി, വൈ വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഉത്തരം 0 കിട്ടി. ഇവിടുന്ന് എനിക്ക് എന്ത് മനസ്സിലായി? Therefore, v is a constant. v is a constant. അപ്പോൾ എഫ് ഓഫ് എക്സഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വിക്കകത്ത്
ഈ കാണുന്ന യുവും കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ തെളിയിച്ചു, ഈ കാണുന്ന വിയും കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചു. രണ്ടുപേരും കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ ദ ടോട്ടൽ അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് ഓൺലി അല്ലേ. ദെയർഫോർ അത് തെളിയിക്കാനാണ് പറയുന്നത്. കോൺസ്റ്റന്റ് റിയൽ പാർട്ടും കോൺസ്റ്റന്റ് ഇമാജിനറി പാർട്ടും വരുവാണെങ്കിൽ ആ അനലിറ്റിക് ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് മോഡുലസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ അനലിറ്റിക് ഫംഗ്ഷൻ തന്നെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ യുവും കോൺസ്റ്റന്റ് ആണ്, വി കോൺസ്റ്റന്റ് ആണ്. ദെയർഫോർ analytic function with constant modulus is a constant. An analytic function with constant modulus is a constant. കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഡുലസ് ഉള്ള ഒരു അനലൈറ്റിക് ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയല്ലേ? കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഡുലസ് ഉള്ള ഒരു അനലൈറ്റിക് ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് 7 മാർക്കിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കേട്ടോ. യെസ്, നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ. നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത നോക്കാം 8ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ദ മോസ്റ്റ് പ്രെഡിക്റ്റബിൾ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ചോദ്യത്തിൽ ഒന്നാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. Z² ഒരു പരാബോള ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 5ാമത്തെ നമ്മുടെ ചോദ്യമായിരുന്നു. ഇപ്പോൾ 8ാമത്തെ ചോദ്യവും ഞാൻ തരുന്നത് Z² അണ്ടർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അത് 7 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ലിസ്റ്റ് വരുന്ന ഒരു ചോദ്യം. ഇത് ഏറ്റവും കൂടുതൽ പ്രെഡിക്റ്റബിൾ ലിസ്റ്റ്, ഇത് ഏറ്റവും കൂടുതൽ ഞാൻ അതായത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പ്രെഡിക്റ്റബിൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയാണിത് കേട്ടോ. കാരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇത് ഏറ്റവും മുൻപ് നടന്ന പരീക്ഷയ്ക്കൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിന് നേരത്തെ അവർ ചോദിച്ചിട്ടുമുണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് ഇട്ട് ചോദിക്കാൻ വേണ്ടി നല്ല സാധ്യതയുള്ള ഒരു ചോദ്യം. The image of 1 less than or equal to mod x less than or equal to 2, അതെന്ന് പറഞ്ഞാൽ സർക്കിളാണ്. മോഡ് Z സർക്കിളാണെന്ന് നിങ്ങൾക്കറിയാം. അത് റേഡിയസ് 1ഉം 2ഉം വരുന്ന സർക്കിൾ, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോർഷൻ, ആ രണ്ട് സർക്കിളിന് ഇടയ്ക്ക് വരുന്ന റീജിയനെ നമ്മൾ റിംഗ് എന്നൊക്കെയാണ് സ്കൂളിൽ നിങ്ങൾ പഠിക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ രണ്ട് സർക്കിളിന് ഇടയ്ക്ക് വരുന്ന റീജിയനെ അനുലാർ റീജിയൻ, ANNULAR അനുലാർ റീജിയൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് Z പ്ലെയിനിലുള്ള ഒരു അനുലാർ റീജിയൻ ആണ്. അതിൻ്റെ തീറ്റയുടെ വേരിയേഷൻ π/6 മുതൽ π/3 വരെയാണ്. ഓക്കെ, അതായത് അതിൻ്റെ ചിത്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 1 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, കാരണം നിങ്ങൾക്കറിയാം മോഡ് ഓഫ് Z മൈനസ് A ഈക്വൽ ടു R ആണ് കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു സർക്കിളിൻ്റെ ജനറൽ ആയിട്ട് വരുന്ന ഇക്വേഷൻ. ശരിയല്ലേ? അവിടെ A എന്നുള്ള സെൻറ്ററിനെ സൂചിപ്പിക്കുന്നു, R റേഡിയസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് റേഡിയസ് 1 ആണ്, അപ്പർ ലിമിറ്റ് വരുമ്പോൾ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. ശരിയല്ലേ? ഞാൻ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് വരയ്ക്കുന്ന പരിമിതികളുണ്ട്, നിങ്ങൾക്കറിയാം. ഏകദേശം നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്. അടുത്ത നോക്കാം. അടുത്ത റേഡിയസ് 2 വരുന്ന സർക്കിൾ, ഇതിനിടയ്ക്ക് വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ അനുലാർ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഈ അനുലാർ റീജിയൻ ആണ് അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനം. ഇത് Z പ്ലെയിനില W പ്ലെയിനിലോട്ട് മാറ്റുമ്പോൾ ഈ അണ്ടർ ദിസ് ട്രാൻസ്ഫോർമേഷൻ Z² എന്നുള്ള ട്രാൻസ്ഫോർമേഷനിൽ W പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ മൊത്തം റീജിയനിൽ വേണ്ട, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 0 to 2π ആണ് അല്ലേ. 0 മുതൽ 2π വരെയാണ് ഒരു സർക്കിളിൻ്റെ മൊത്തം വേരിയേഷൻ. 0ൽ തുടങ്ങി 90ലെത്തി 150ലെത്തി 270ലൂടെ കറങ്ങി 360ലേക്ക് കയറുന്നു. അപ്പോഴാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആവുകയും ഒരു സർക്കിൾ ഫോം ചെയ്യുകയും ചെയ്യുന്നത്. ശരിയല്ലേ? സോ ഇനി നിങ്ങൾക്ക് നോക്കാം, π/6 തൊട്ട് π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി ഏകദേശം ഇവിടെ വരും π/6. π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി ഏകദേശം ഇവിടെ വരും π/3. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ഒന്ന് ഷെയ്ഡ് കാണിക്കാമേ. ഞാൻ വൈറ്റ് കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ കാണുന്ന പോർഷനാണ് ആക്ച്വലി അവർ നമ്മുടെ Z പ്ലെയിനിൽ നമുക്ക് ഇമേജ്, ഇതാണ് നമ്മുടെ ഇമേജ്. Z പ്ലെയിനിലെ സാധനം ഇതാ. ഇത് ഞാൻ എന്തിലേക്ക് മാറ്റണം? W ഈക്വൽ ടു Z² എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ വെച്ചുകൊണ്ട് ഞാൻ UV പ്ലെയിനിലേക്ക്, ഇത് XY പ്ലെയിൻ ആണ്, Z പ്ലെയിൻ ആണ് അല്ലേ, ഇത് Z പ്ലെയിൻ ആണ്, അത് W പ്ലെയിനിലേക്ക് UV പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ അണ്ടർ ദിസ് ട്രാൻസ്ഫോർമേഷൻ എനിക്കിവിടെ കിട്ടാൻ പോകുന്ന ഇമേജ് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ആൻസർ കിട്ടിക്കഴിഞ്ഞട്ടെ, നിങ്ങൾ അവസാനം ഇത് വരച്ചാൽ മതി കേട്ടോ. അതായത് നിങ്ങൾ വരയ്ക്കുന്നതിന് മാർക്കുള്ളതാണ്. എനിക്ക് മാർക്ക് ഡിവിഷൻ അനുസരിച്ചിട്ട് വരയ്ക്കുന്നതിന് പ്രത്യേകിച്ച് മാർക്ക് എടുത്ത് പറയുന്നില്ല എങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യന് ഒരു റഫ് സ്കെച്ച് നെസസറി ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ,
കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് നോക്കുന്നതിന് പകരം ഈ ഒരു ചിത്രത്തിലോട്ട് നോക്കിയാൽ തന്നെ ടീച്ചേഴ്സിന് ആൻസർ ആയി എന്നുള്ളൊരു ധാരണ വരും. ഓക്കെ, അതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ അഡ്വാൻറ്റേജ് ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, കാരണം ദ ഫിഗർ ഇറ്റ് സെൽഫ് സേസ് ദ ആൻസർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിൻ്റെതായ 7 മാർക്കിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ കാണിക്കണം. എങ്കിൽ ചിത്രത്തിന് ഈ ഒരു ചോദ്യത്തിൽ വളരെ വളരെ പ്രസക്തി ഉണ്ടെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം വലിയ ബുദ്ധിമുട്ടി വരയ്ക്കേണ്ട ഫിഗറൊന്നും അല്ല, റഫായിട്ട് വരച്ചാൽ മതി. റഫ് സ്കെച്ച് ഈസ് ഓൺലി നീഡഡ് കേട്ടോ. യെസ്, ഞാനേ അവസാനം നിങ്ങൾക്ക് ഇമേജ് കിട്ടുമല്ലോ, ആ വരാൻ പോകുന്ന ഇമേജ് ഞാൻ ഈ ഒരു സ്പേസിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞ് ഏറ്റവും അവസാനം വന്നിട്ട് ഈ ചിത്രങ്ങൾ വരച്ചാൽ മതി കേട്ടോ. എങ്കിലും ആൻസറിൽ നിങ്ങൾ പടം വരയ്ക്കണം. W ഇസ് ഈക്വൽ ടു Z² ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ കാർട്ടീഷ്യനിലിട്ട് ചെയ്യുന്നില്ല, കാർട്ടീഷ്യനിലോട്ട് മാറ്റാം. U+IV ഈക്വൽ ടു X+IY ഹോൾ സ്ക്വയർ എടുത്ത് U ഈക്വൽ ടു X² - Y² V ഈക്വൽ ടു 2XY എടുത്തിട്ട് ചെയ്യാൻ ഇത് ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം ബുദ്ധിമുട്ടെന്നല്ല, സ്റ്റെപ്പ് കുറേ എടുക്കും. ഇത് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് 7 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഇത് നമ്മൾ എന്തിലേക്ക് മാറ്റാം, പോളാറിലേക്ക് മാറ്റാം. ഓക്കെ, Z² പോലുള്ള ട്രാൻസ്ഫോംസ് ഒക്കെ ശ്രദ്ധിക്കുക. പോളാറിലേക്ക് മാറ്റിയ ഇച്ചിരി എളുപ്പമുണ്ടാവും. കാരണം പോളാറിൽ W എന്ന് പറഞ്ഞാൽ U+IV ആണ്. അത് നമ്മൾ പോളാറിലേക്ക് മാറ്റുന്നത് റോ e⁻I⁵ ആണ്. ഓക്കെ, വേർ റോ ഇസ് ഈക്വൽ ടു മോഡ് W ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √(U² + V²) ആൻഡ് φ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് V/U. ഓക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യം, ഈ φ പഠിച്ചില്ലെങ്കിലും ഈ റോ നന്നായിട്ട് നിങ്ങൾ നോക്കണേ, റോ നന്നായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. W ഇസ് ഈക്വൽ ടു Z² ആണ്. ഇനി ഇസഡിൻ്റെയും കൂടെ പറയാം. ഇസഡ് എന്ന് പറഞ്ഞാൽ X+IY ആണ്, ശരിയാണല്ലോ. ഇസഡ് എന്ന് പറഞ്ഞാൽ X+IY ആണ്. ഇനി മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, √X² + Y² ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഈ ഇസഡിൻ്റെ പോളാർ ഫോം ഞാൻ എഴുതുവാണേ. Z ഇസ് ഈക്വൽ ടു Re⁻I⁵. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാർട്ടീഷ്യൻ്റെ പോളാർ ഫോം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വേർ R എന്ന് പറയുന്നതാണ് എന്ത്, R ഇസ് ഈക്വൽ ടു മോഡ് Z ആണ്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കണേ. യെസ്, അപ്പോൾ ഞാൻ ഇത് കാർട്ടീഷ്യനിലിട്ടാണ് ചെയ്യുന്നത്. W പകരം ഞാൻ എന്ത് കൊടുക്കും, W പകരം റോ e⁻I⁵ എന്ന് കൊടുക്കും. ആൻഡ് ഇസഡിന് പകരം Re⁻I⁵ എന്ന് കൊടുക്കും. ആ ഇസഡ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ സ്ക്വയർ കൊടുത്തു. സോ റോ e⁻I⁵ ഇസ് ഈക്വൽ ടു R² e⁻I⁵ എന്ന് വരും. ഈ സ്റ്റെപ്പിൽ സംശയമില്ലെന്ന് വിചാരിക്കുന്നു. R സ്ക്വയർ കൊടുത്തു, പിന്നെ e⁻I⁵ സ്ക്വയർ A⁻M⁻n A⁻mn ആണ്. അപ്പോൾ 2m കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, I⁵ എന്ന് വരും. ഓക്കെ, സോ ഐ ആം ഇക്വേറ്റിംഗ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഇയുടെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്ത റോ ഈക്വൽ ടു R² എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഐയുടെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താൽ φ ഈക്വൽ ടു 2θ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. φ ഈക്വൽ ടു 2θ. അപ്പോൾ ഇതാണ് എനിക്ക് കമ്പാരിസൺ വഴി കിട്ടുന്നത്. റോ ഈക്വൽ ടു R² കിട്ടും, അതേപോലെ തന്നെ എനിക്ക് എന്തും കിട്ടുന്നുണ്ട്, φ ഈക്വൽ ടു 2θ എന്നുള്ള ഒരു ഉത്തരത്തിലേക്കും എനിക്ക് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കുക, ഇനി ഇതൊക്കെ എനിക്ക് ഇവിടെ കൊണ്ടുവരണം. മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം 1 < മോഡ് Z < 2 എന്നാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്, ശരിയല്ലേ. ഇനി നിങ്ങൾ നോക്കുക, മോഡ് Z എന്ന് പറഞ്ഞാൽ എനിക്ക് R ആണെന്നറിയാം, ശരിയാണല്ലോ. ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് R ഈക്വൽ ടു മോഡ് Z ഈക്വൽ ടു √X² + Y². അപ്പോൾ മോഡ് Z പകരം ഞാൻ R എന്ന് കൊടുക്കും, < 2. പക്ഷേ എനിക്ക് R-ൻ്റെ സ്ക്വയറാണ് വേണ്ടത്. അപ്പോഴേ എനിക്ക് റോ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മൊത്തത്തിൽ സ്ക്വയർ എടുക്കും. 1² < R² < 2². ഓക്കെ, അതായത് 1 < R² < 4 എന്ന് വരും. ഇനി ഞാൻ R² വരെ റോ കൊടുക്കും. അപ്പോൾ എനിക്ക് എന്താ വരുന്നത്, 1 < റോ < 4 എന്ന് വരും. അപ്പോൾ ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഞാൻ റോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതെൻ്റെ ഒരു കൺക്ലൂഷനാണ്. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി തീറ്റ എന്നുള്ളത് ഫൈയിലേക്കാണ്. നമ്മൾ ഡബ്ല്യൂയിലേക്ക് മാറ്റുമ്പോൾ തീറ്റ ഫൈ ആവും. ആ ഫൈയുടെ വേരിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് φ ഈക്വൽ ടു 2θ നമുക്കറിയാം. ഇനി നിങ്ങൾ നോക്കുക, തീറ്റയുടെ വേരിയേഷൻ എന്താ നോക്കുക. π/6 < θ, π/6 < θ π/3 ആണ്, ശരിയാണല്ലോ. പക്ഷെ എനിക്ക് വേണ്ടത് 2θ ആണ്, ശരിയല്ല. എനിക്ക് വേണ്ടത് 2θ ആണ്. 2θ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2π/6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π/3. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എനിക്ക് 3 ആക്കാം. അപ്പോൾ എന്തായി? π/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π/3 എന്നായി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ 2θയ്ക്ക് പകരം എന്ത് കൊടുക്കും? 5 തിരിച്ചു കൊടുക്കും. അപ്പോൾ എന്താ വരുന്നതെന്ന് പറഞ്ഞേ? π/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π/3 എന്ന് വരും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ. സോ ഇമേജ് ഇസ് ദ റീജിയൻ ഫോംഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 and 2 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇമേജ് ഇസ് ദ റീജിയൻ ഫോംഡ് ബൈ ഇക്വേഷൻസ് 1 and 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന പ്രകാരം റിക്വയർഡ് ഇമേജ് ഓഫ് ദ ഗിവൺ റീജിയൻ അണ്ടർ ദ മാപ്പിംഗ് ഈസ് എന്ന് എഴുതിയാൽ മതി. ഇമേജ് ഇസ് ദ ഞാൻ ടെക്സ്റ്റിലെ പോലെ തന്നെ എഴുതുവാണേ. റിക്വയർഡ് എന്ന് എഴുതാം. റിക്വയർഡ് ഇമേജ് ഓഫ് the given region under the mapping W is equal to Z square is. ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നുള്ളൂ. ടെക്സ്റ്റിൽ അവർ മൊത്തത്തിൽ എഴുതുന്നുണ്ട്. ഞാൻ 1 and 2 എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 1 and 2 ആണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാൻ എന്തിലേക്ക് മാറ്റി? ഇനി ചിത്രം വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പരീക്ഷയ്ക്ക് പടം വരച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഡബിൾ ആണ്. നോക്കാം, ഞാൻ ഇപ്പുറത്തെ പടം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വരയ്ക്കുകയാണേ. ഞാൻ ഇതിനെ UV പ്ലെയിനിലേക്ക് മാറ്റി. ശ്രദ്ധിച്ചിരിക്കുക, XY പ്ലെയിനിൽ നിന്ന് ഞാൻ എന്തിലേക്ക് മാറ്റുന്നുണ്ട്? ഞാൻ UV പ്ലെയിനിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, UV പ്ലെയിനിലേക്ക് അഥവാ W പ്ലെയിനിലേക്ക് മാറ്റി. W പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വരുന്ന ആ എന്താണ്? അനുലാർ റീജിയൻ ആദ്യം അനുലാർ റീജിയൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 ൽ നിന്നാണ്. 1 to 4, അതായത് ലോവർ ലിമിറ്റ് 1 ആയിട്ടും അപ്പർ ലിമിറ്റ് 4ഉം റേഡിയസ് വരുന്ന നേരത്തെ 2 ഉള്ളായിരുന്നു, ഇവിടെ അപ്പർ ലിമിറ്റ് 4 ആയി. 4ഉം റേഡിയസ് വരുന്ന ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ അനുലാർ റീജിയൻ ഇതാണ് ഇമേജിൽ വരും. ഓക്കെ, ഇനി ആ അനുലാർ റീജിയൻ മൊത്തത്തിൽ നമുക്ക് ഇമേജിൽ വരുന്നില്ല. അതിനാണ് നമ്മൾ ഫൈയുടെ വേരിയേഷൻ കണ്ടുപിടിച്ചേക്കുന്നത്. ഫൈ എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഫൈ എന്ന് പറഞ്ഞാൽ π/3 മുതൽ 2π/3 വരെയാണ്. നോക്കിക്കേ, π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്, ശരിയല്ലേ? π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, ഏകദേശം ഇവിടെ വരും π/3. 2π/3 എന്ന് പറഞ്ഞാൽ 60യുടെ ഇരട്ടി, 120 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയാണ് നേരെ വീട് അവിടെ വരിക. പിന്നെ ഒരു 30 കൂടെ കൂട്ടണം, ഏകദേശം ഇവിടെ വരും. ഒരു വി ഷേപ്പ് അല്ലേ, നമ്മുടെ മോഡുലസ് ഗ്രാഫൊക്കെ പോകുന്ന പോലെ. ഇവിടെയാണ് എന്ത് വരിക? 2π/3 വരും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന അനുലാർ റീജിയൻ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന പോർഷൻ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന അനുലാർ റീജിയണിലെ ഷെയ്ഡ് പോർഷൻ ഇതാണ്. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇമേജിലേക്ക് വരുമ്പം ആ ഒരു സ്പേസ് ഒരല്പം കൂടെ കൂടുന്നുണ്ട് കേട്ടോ, ശരിയല്ലേ? സോ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്തൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിത്രം മതി. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന കുട്ടിക്ക് ഇത് ഓക്കെ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാകാൻ ഈ ഒരു ഒറ്റ ചിത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ മതി. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ശരിക്കും ഉണ്ടായിരുന്ന Z പ്ലെയിനിലുള്ള സാധനം W പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ഇമേജ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന സാധനമാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? എഴുതി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് പ്രെഡിക്റ്റബിൾ ലിസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സമാനമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് നമ്മുടെ 9ാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ് മുമ്പ് 8ാമത്തെ അല്ലായിരുന്നോ? 9ാമത്തെ ചോദ്യം. നോക്കിക്കേ, അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യും, നിങ്ങളും എൻ്റെ കൂടെ സ്പീഡിൽ പിടിച്ചോണം. ഓക്കെ, ചെക്ക് ദ ഫംഗ്ഷൻ u = x³ - 3xy² ഇസ് ഹാർമോണിക് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻ v. ഹാർമോണിക് ആണെന്ന് തെളിയിക്കുക, ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. 100% ഷുവർ. കഴിഞ്ഞ ക്ലാസ്സിൽ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സിമിലർ ക്വസ്റ്റ്യൻ കാണിച്ചു തരണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ എവിടെ? എല്ലാം നമ്മുടെ കയ്യിൽ സുഭദ്രമായിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇതാണ് ദിസ് വൺ. 4ാമത്തെ ചോദ്യം.
ഇത് ഹാർമോണിക് ആണെന്ന് തെളിയിക്കണം, ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു 5y കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ അതൊക്കെ അവർ ഒഴിവാക്കി തന്നിട്ടുണ്ട്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എല്ലാം മുൻപ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കണേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. u ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy² ഹാർമോണിക് ആണെന്ന് തെളിയിക്കുകയും വേണം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ വേണം. അപ്പോൾ ഹാർമോണിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് u(xx) പ്ലസ് u(yy) ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇപ്പോൾ u നമുക്ക് അവർ തരുന്നുണ്ട് എക്സ് ക്യൂബ് മൈനസ് 3xy² ആണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ux കണ്ടുപിടിക്കും. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², 3 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1, y² കോൺസ്റ്റൻറ്റ്. അപ്പോൾ 3x മൈനസ് 3y² എന്ന് വരും. ഓക്കെ, ഇനി u(xx) ഒന്നും കൂടെ x കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. 3x² ഉണ്ട്, 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, 3y² കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0, ആൻസർ 6x കിട്ടും. ഇനി uy കണ്ടുപിടിക്കാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 കോൺസ്റ്റൻ്റ് ആണ്, 3x കോൺസ്റ്റൻ്റ് ആണ്, y² ഡെറിവേറ്റീവ് 2y, ആൻസർ മൈനസ് 6xy കിട്ടും. ഓക്കെ, ഇനി uyy വരുമ്പോഴത്തേക്കിനും എന്താണ്, മൈനസ് 6x ഇൻറ്റു അഗൈൻ വൈയുടെ ഡെറിവേറ്റീവ് 1 വരും, ആൻസർ മൈനസ് 6x വരും. ഓക്കെ, അപ്പം 6xും മൈനസ് 6xും തമ്മിൽ കൂട്ടിയ 0 ആവുമെന്ന് അറിയാം. ദെർഫോർ uxx പ്ലസ് uyy ഇസ് ഈക്വൽ ടു 6x പ്ലസ് മൈനസ് 6x ഇസ് ഈക്വൽ ടു 0. ദെർഫോർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ദെർഫോർ നമുക്ക് ക്ലിയർലി എന്ത് പറയാം, u is harmonic. u is harmonic. ഹാർമോണിക് ആണെന്ന് തെളിയിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം, CR ഇക്വേഷൻ വേണം. CR ഇക്വേഷൻ വേണം. ux is equal to vy and uy is equal to minus vx. ഓക്കെ, അതിനകത്ത് ux നമ്മുടെ കയ്യിലുണ്ട്. ux ആരാ നോക്കിക്കേ, 3x² മൈനസ് 3y² ആണ് ux, ശരിയല്ലേ? സോ 3x² മൈനസ് 3y² ഇസ് ഈക്വൽ ടു vy. ഇനി അവിടുന്ന് v കണ്ടുപിടിക്കണമെങ്കിൽ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ഓഫ് ആരാണ്, 3x² മൈനസ് 3y² അല്ലേ? 3x² മൈനസ് 3y²നെ വിത്ത് റെസ്പെക്ട് ടു y ഞാൻ എന്ത് ചെയ്താൽ മതി, പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് സെയിം ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സാധനം തന്നെ അല്ലേ. 3x² കോൺസ്റ്റൻറ്റ്, ബാക്കി ഇൻ്റഗ്രൽ dy എന്നുള്ളത് y വരും. 3 ഇൻറ്റു y² ഇൻ്റഗ്രൽ y³/3. ആഫ്റ്റർ ദാറ്റ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും, കാരണം y കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. 3 3 ക്യാൻസലായി, ബാക്കി എന്താണ്, 3x² മൈനസ് y³ പ്ലസ് 5 എന്ന് വരും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. 1 നിന്നാണ് ഞാൻ ഫൈനൽ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ സെക്കൻഡ് CR ഇക്വേഷനിലേക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് vx വേണം. vx കണ്ടുപിടിച്ചേ. vx ഇതിനെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, y കോൺസ്റ്റൻറ്റ്, y³ ഡെറിവേറ്റീവ് 0, 5 ഡെറിവേറ്റീവ് 5'x. ഇപ്പം എനിക്ക് എന്ത് കിട്ടും, vx ഈക്വൽ ടു 6xy പ്ലസ് 5'x എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ഞാൻ സെക്കൻഡ് CRലേക്ക് കൊടുക്കും. ആദ്യത്തെ CR വെച്ചുകൊണ്ട് ഒരു കൺക്ലൂഷൻ കിട്ടി, അവിടുന്ന് കിട്ടുന്ന സാധനം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സെക്കൻഡ് CRലേക്ക് കൊടുക്കും. സെക്കൻഡ് CRൽ എനിക്ക് uy വേണം. uy എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 6xy ആണ്. ഓക്കെ, അപ്പോൾ uy-ക്ക് വേറെ ഞാൻ എന്ത് കൊടുക്കും, മൈനസ് 6xy ഇസ് ഈക്വൽ ടു മൈനസ് vx. ഇപ്പോൾ vx ഉണ്ട്, അതിനൊരു മൈനസും കൂടെ കൊടുക്കുക. മൈനസ് കൊടുത്തിട്ട് ഇനി ഞാൻ vx അങ്ങോട്ട് എഴുതാൻ പോവാം. vx എന്ന് പറഞ്ഞാൽ ആരാ, 6xy പ്ലസ് 5'x അല്ലേ? 6xy പ്ലസ് 5'x. ഓക്കെ ആണല്ലോ. അപ്പോൾ മൈനസ് 6xy ഈക്വൽ ടു മൈനസ് 6xy മൈനസ് 5'x. മൈനസ് 6xy മൈനസ് 6xy ക്യാൻസൽ. 0 ഈക്വൽ ടു മൈനസ് 5'x. മൈനസ് 5'x ഇപ്പോൾ എടുക്കാം. 5'x ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? 5'x ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ 5'x ഈക്വൽ ടു 0 എന്ന് കിട്ടി. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചേ. എനിക്ക് ആരോ ഒരാളൊരു 5 ഉണ്ടായിരുന്നു, അയാളുടെ ഡെറിവേറ്റീവ് എനിക്കെടുത്ത് 0 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആരോ ഒരാൾ ആരായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയാലേ പറ്റുള്ളൂ. ഡെറിവേറ്റീവ് എടുത്ത് ഉത്തരം 0 കിട്ടണമെങ്കിൽ, ആരോ ഒരാളുടെ ഡെറിവേറ്റീവ് എടുത്ത് ഉത്തരം 0 കിട്ടണമെങ്കിൽ ആ ആരോ ഒരാൾ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ശരിയല്ലേ? സോ ദിസ് ഇംപ്ലൈസ് 5 എന്തായിരിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കോൺസ്റ്റൻ്റ് ഞാൻ സി എന്ന് വിളിക്കും. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലോടോ 0 കിട്ടുക, ശരിയല്ലേ? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. അവിടുന്ന് 5 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 dx എന്നൊക്കെ എഴുതാം.
ഇൻ്റഗ്രൽ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ആഫ്റ്റർ ദാറ്റ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ സി എന്നുള്ള വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. അപ്പോൾ എന്ത് വരും? ദെർഫോർ v is equal to 3x square y minus y cube 3x square y minus y cube പ്ലസ് ഫൈ ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സിന് പകരം സി കൊടുക്കും, പ്ലസ് സി. സോ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. ഇനി അടുത്ത് നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മൊഡ്യൂൾ 4 ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് വൺ ഓഫ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും പിന്നെ നമ്മളിപ്പോൾ മോഡുലസ് പഠിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ആ മോഡിൻ്റെ കൺസെപ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് കൊണ്ടും ഞാൻ ഇതെടുത്തതാണ്. 7 മാർക്കിന് തന്നെയാണ് ഇത് യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് 7 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, സോ നോക്കാം. മോഡ് ഇസഡിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. മോഡ് ഇസഡ് എന്താന്ന് പറയുന്നുണ്ട്? 2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഇതിൻ്റെ പോളാർ ഫോം നമുക്കറിയാം, ആർ ഇ റൈസ് ടു ഐ തീറ്റ, വെർ തീറ്റ ഇസ് ദ സർക്കിൾ ദാറ്റ് ഈസ് വേരീസ് ഫ്രം 0 to 2π. 0 മുതൽ കറങ്ങി 0 നിന്ന് 90-ലെത്തി 180-ലെത്തി 270-ലെത്തി 360-ൽ കയറുമ്പോൾ ഒരു റെവല്യൂഷൻ, ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ അതാണ് തീറ്റയുടെ വേരിയേഷൻ. ശരിയല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഇ റൈസ് ടു ഐ തീറ്റ ആണ്. ഓക്കെ അല്ലേ? സോ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡാ. ആർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ആണ്. അത് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് 2 ആ. അപ്പോൾ എന്തൊരു ആറിന് വരെ ഞാൻ 2 കൊടുക്കും. 2 ഇ റൈസ് ടു ഐ തീറ്റ. ഇനി ഡി ഇസഡ് കണ്ടുപിടിക്കാം. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ തീറ്റയുടെ ഡെറിവേറ്റീവ് ഐ മാറ്റി നിർത്തി തീറ്റയുടേത് ഡി തീറ്റ. ഓക്കെ, ഇപ്പോൾ ഡി ഇസഡ് ബൈ ഡി തീറ്റയുടെ ഡി തീറ്റയാണ് ആക്ച്വലി 2 ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ വരുന്നത്. ബൈ ഡി തീറ്റ ഇങ്ങോട്ട് കൊടുത്താണ്. അപ്പോൾ എന്ത് വരും? ഡി ഇസഡ് ഈക്വൽ ടു 2 ഉണ്ട്, ഐ ഉണ്ട്, ഇ റൈസ് ടു ഐ തീറ്റ ഉണ്ട്, ഡി തീറ്റ ഉണ്ട്. ഇത് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര ഉള്ളടാ? ഇസഡ് എന്ന് പറഞ്ഞാൽ 2 ഇ റൈസ് ടു ഐ തീറ്റ ആണ്. ഞാൻ ഡി ഇസഡ് ബൈ ഡി തീറ്റ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് 2 ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയുടെ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ മാറ്റി നിർത്തി തീറ്റ ഡെറിവേറ്റീവ് 1 വരും. എന്നിട്ട് ഈ ബൈ ഡി തീറ്റ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് ഡി ഇസഡ് എന്ത് വരുന്നത്? 2 ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഇൻറ്റു ഡി തീറ്റ എന്ന് വരുന്നത്. ഓക്കെ, അതാണ് ഞാനിങ്ങനെ ചുരുക്കി 2i ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് വരുന്നത്? നമ്മുടെ ഡി ഇസഡ്. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2i ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി തീറ്റയുടെ വേരിയേഷൻ ഞാൻ പറഞ്ഞു 0 മുതൽ എവിടം വരെയാണ് ലിമിറ്റ്? 0 മുതൽ 2π വരെ. ഇനി ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് മാറ്റാൻ പോവാണേ. മോഡ് ഇസഡിന് പകരം 2 കൊടുത്തു. ആ 2ന് സ്ക്വയർ റൂട്ട്. ഡി ഇസഡിന് പകരം ഞാൻ 2i ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ കൊടുക്കും. ആ തീറ്റയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യം ഇങ്ങനെ മാറും. ക്ലിയർ ആണല്ലോ? ഇനി ഒറ്റ സ്റ്റെപ്പിൽ ശ്രദ്ധിച്ചോണേ. 2ൻ്റെ സ്ക്വയർ 4, 2 ഇൻറ്റു 4 8. അപ്പോൾ 8i ആയിട്ട് പുറത്ത് വരും. ബാക്കി ഇൻ്റഗ്രൽ 0 to 2π ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 8i ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു ഐ തീറ്റ തന്നെ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഹരിക്കണം. ഐ തീറ്റ ഡെറിവേറ്റീവ് 1 ആണ്, ഐ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഐ കൊണ്ട് ഹരിക്കണം. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 2π വരെ. ഇപ്പോൾ പുറത്തും ഒരേപോലെ എന്തെങ്കിലും കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐയും തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ഇനി എൻ്റെ കയ്യിൽ 8 ഉണ്ട്. ഇനി ഇ റൈസ് ടു ഐ തീറ്റയ്ക്ക് ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 2πi മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു നമുക്കറിയാം ഓയിലേഴ്സ് ഇക്വേഷൻ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ശരിയല്ലേ? അപ്പോൾ ഇ റൈസ് ടു നമുക്കിവിടെ വന്നേക്കുന്ന സാധനം എന്താ നോക്കിയേ? 2πi ആണ് അല്ലേ? ഇ റൈസ് ടു 2πi എന്ന് പറഞ്ഞാൽ കോസ് 2π പ്ലസ് ഐ സൈൻ 2π. കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. കോസ് nπ എന്ന് പറഞ്ഞാൽ അത് -1 റൈസ് ടു n ആണ്. ഇപ്പോൾ കോസ് 2π എന്ന് പറഞ്ഞാൽ -1ൻ്റെ സ്ക്വയർ, ആൻസർ 1 ആണ് വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റർ കൊടുത്താൽ മതി 1. സൈൻ 2π സൈൻ nπ ജനറലി 0 ആണ്. കാൽക്കുലേറ്റർ ഒരാൾ കാൽക്കുലേറ്റർ മറന്നു പോകണമെങ്കിൽ അയാൾക്ക് എടുക്കാൻ വേണ്ടിയാണ്. കാൽക്കുലേറ്റർ ഒന്നും മറന്നു പോകരുത്. കാൽക്കുലേറ്റർ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. സൈൻ 2π എന്ത് വരും? 0. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടുന്ന 1. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് ഇ റൈസ് ടു
2πi അൾട്ടിമേറ്റ്ലി എനിക്ക് ഈ കാണുന്ന സാധനത്തിൻ്റെ ആൻസർ എനിക്ക് 1 ആണ് വരുന്നത്. ശരിയാണല്ലോ? സോ 1 മൈനസ് ഇ റൈസ് ടു 0, എനി നമ്പർ റൈസ് ടു 0 എടുത്താലും ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0. 8 ഇൻറ്റു 0 എന്താണ്? 0 ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, കാരണം ഇവിടെ നമ്മളോട് കോഷീസ് റെസിഡ്യൂ തിയറോ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഒന്നും ഉപയോഗിക്കാൻ പറയുന്നില്ല. ഡയറക്റ്റ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ മെത്തേഡ് തന്നെ ചെയ്താലേ നമുക്ക് 7 മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും മോസ്റ്റ് പ്രഡിക്റ്റബിൾസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ സി യു. അപ്പോൾ ഷെയർ ചെയ്യുന്നവരും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ടാറ്റ ബൈ.